നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ BJP. മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയതോടെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ കരമന ജയന് സീറ്റ് നൽകും. ചിറയൻകീഴ്, കോവളം, അടൂർ, പുതുപ്പള്ളി, ചടയമംഗലം സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. VS രഞ്ജിത്ത് വിവരങ്ങളുമായുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ LDF ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് സുധീർ കരമനയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ കരമന ജയനാണ് മത്സരിക്കുക എന്നുള്ളതാണ്, BJPയിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള വിവരങ്ങളും. മറ്റിടങ്ങളിൽ കൂടി പ്രഖ്യാപിക്കാനുണ്ടല്ലോ, എപ്പോഴത്തേക്കുണ്ടാകും? മാധു, ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രഖ്യാപനം. അതിൽ കരമന ജയന്റെ പേര് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. കരമന ജയൻ അവിടെ പ്രവർത്തനം തുടങ്ങിയതാണ്. പക്ഷേ അവിടെ കുമ്മനത്തിന്റെ പേരും അതുപോലെ തന്നെ മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒക്കെ ആയിരുന്നു. അതിൽ സുരേന്ദ്രൻപിള്ളയാണ് ആ കാത്തിരിപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും സുരേന്ദ്രൻപിള്ള പക്ഷേ BJPയിലേക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി തന്നെയാണ് കരമന ജയൻ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടത്. ഇപ്പോൾ കരമന ജയന്റെ പേരാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. മറ്റു മണ്ഡലങ്ങൾ, ഇപ്പോൾ ചിറയൻകീഴ് മണ്ഡലം സംവരണ മണ്ഡലമാണ്. കോവളം, അടൂർ, പുതുപ്പള്ളി, ചടയമംഗലം തുടങ്ങിയ സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത്. ഇതിൽ കോവളത്ത് ഒരുപക്ഷെ UDFിൽ നിന്ന് വന്നിട്ടുള്ള UDF നേതൃത്വത്തിന്റെ ഭാഗമായി UDFിന്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. ചടയമംഗലം ശിവസേനക്കാണ് കൊടുത്തിരുന്നത്. പക്ഷേ ശിവസേന ഒരു നല്ല സ്ഥാനാർത്ഥി അവിടെ കണ്ടെത്തതുകൊണ്ട് ആ മണ്ഡലം BJP തന്നെ ഏറ്റെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ചിറയൻകീഴിലും അടൂരിലും പുതുപ്പള്ളിയിലും ഒക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾ വരും. തർക്കങ്ങൾ ഉള്ളതുകൊണ്ടല്ല, സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 7 മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്നത്. ആ 7 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ഇന്നോ നാളെയായിട്ടുണ്ടാവും. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. 7 ഇടങ്ങളിലൂടെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇനി BJPക്ക് മുന്നിലുള്ളത്.